സോ ഇന്ന് ലണ്ടൻ സെഷനിൽ നമ്മളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് 2 ഫണ്ടർ അക്കൗണ്ട്സ് ഉണ്ട്. ഒരെണ്ണം ഒരു 9.5% ഡ്രോ ഡൗണിൽ നിൽക്കുന്ന ഒരു അക്കൗണ്ടും ഒരെണ്ണം ഒരു ഫ്രഷ് അക്കൗണ്ടും. സോ ആ ഒരു ഡ്രോ ഡൗണിൽ നിൽക്കുന്ന അക്കൗണ്ടിലാണ് ഇന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. പ്രീ ലണ്ടനാണ് ട്രേഡ് എടുത്തത്. സോ ലണ്ടൻ സെഷനിൽ നോർമലി സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ചില സമയത്ത് മൂവ്സ് ഉണ്ടാകാറുണ്ട്. ഇൻ ദ കേസ് ഓഫ് ഗോൾഡ്, പർട്ടിക്കുലർലി ഗോൾഡ് ആയിട്ട് പറയുകയാണ്, പ്രീ ലണ്ടനിൽ മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. സംടൈംസ് വി ഗെറ്റ് എ ഗുഡ് മൂവ് ദെയർ, സംടൈംസ് വി ഡോണ്ട്. സോ ഇന്ന് അത്ര സുഖമുള്ള മൂവ് അല്ല. ആക്ച്വലി പ്രൈസ് മൂവ് ചെയ്തു, നമ്മുടെ ഡയറക്ഷനൊക്കെ കറക്റ്റായിരുന്നു. പ്രൈസ് മൂവ് ചെയ്തു, ഒരു 50% റേഞ്ച് എത്തിയപ്പോഴത്തേനും അവിടെ നിന്ന് റിയാക്ട് ചെയ്തു. നെക്സ്റ്റ് ലണ്ടൻ ഓപ്പൺ ആകാൻ ടൈം ആയിരുന്നു. സോ താഴെ ഒരു 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തുകൊണ്ട് പ്രൈസ് അതിലേക്ക് റീട്രേസ് ചെയ്യാൻ ട്രൈ ചെയ്തതാണെന്ന് തോന്നുന്നു. ബട്ട് ആ സമയം കൊണ്ട് നമ്മൾ ബ്രേക്ക് ഈവൻ ആക്കി. സോ നമുക്കിട്ട് നമ്മുടെ ബ്രേക്ക് ഈവൻ ട്രിഗർ ആയതിന് ശേഷമാണ് ഇപ്പോൾ പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെയായിരുന്നു ബ്രേക്ക് ഈവൻ ട്രെയിനിന് നമ്മൾ SL ട്രെയിൽ ചെയ്ത് വെച്ചത്. അത് ഹിറ്റ് ചെയ്തു, ബട്ട് ദാറ്റ്സ് ഓക്കെ, സംടൈംസ് ഇറ്റ് ഹാപ്പൻ. സോ ഇതാണ് നമ്മുടെ ഡ്രോ. ഓൾ ടൈം ഹൈ ആണ് ഡ്രോ ആയിട്ട് വെച്ചേക്കുന്നത്. 2.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതുമായിട്ട് അലൈൻ ആവുന്നുണ്ട്. ഡയറക്ഷൻ കറക്റ്റായി മതി. ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് എനി മോർ ട്രേഡ്സ് ഇൻ ദിസ് സെഷൻ. ന്യൂയോർക്കിൽ മാത്രമായിരിക്കും ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ റീ എൻട്രി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കി, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ബ്രേക്ക് മൈ പ്ലാൻസ്. ആൻഡ് ഓൾസോ നല്ല ഫെയർ വാല്യൂ ഗ്യാപ്പ്, നല്ല സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയില്ല, ഒരു കോൺഫിഡൻസ് ഒന്നും തോന്നിയില്ല. സോ അതിനകത്ത് കയറിയില്ല. സോ വി ആർ ബ്രേക്ക് ഈവൻ ഓൺ ദിസ് ട്രേഡ്. ഇനി ന്യൂയോർക്ക് സെഷനിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാം. ഇൻ കേസ് വി ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി വിൽ എൻ്റർ എ ട്രേഡ്. ഇഫ് നോട്ട്, ഇറ്റ്സ് ഓക്കെ, വി ആർ ഡൺ ഫോർ ദ വീക്ക്. ബൈ.